വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ കേരളത്തിലെ കായിക താരങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഭരിക്കുന്നത് ആരായാലും തങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പുതിയ സർക്കാർ വരുമ്പോൾ കായിക താരങ്ങളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? തിരുവനന്തപുരത്ത് നിന്നും സനീറ്റ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കായിക താരങ്ങൾ ഇതാ പരിശീലന ചൂടിലും. തുടർഭരണമാകട്ടെ പുതിയ ഭരണമാകട്ടെ കായിക താരങ്ങൾക്കുമുണ്ട് ചിലത് പറയാൻ. കഴിഞ്ഞ 10 വർഷം സർക്കാർ ബോക്സിംഗ് രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗുണകരമായിട്ട് തോന്നുന്നത്? ഞങ്ങൾക്ക് സ്പോർട്സിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, എല്ലാവിധ ഫെസിലിറ്റീസ്, റിംഗ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. പിന്നെ എക്യുപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇടയ്ക്കുള്ള ഒരു വർഷത്തെ ആ ഒരു ലാഗെല്ലാം വരുമ്പം പിന്നെ പുതിയ പിള്ളേർ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കിയൊക്കെ ഓക്കെയാണ്, നല്ല രീതിക്ക് വരുന്നുണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ബോക്സിംഗ് ഈ രംഗത്തേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനോട് പറയാനുള്ളത്? അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോച്ചിൻ്റെ അടുത്ത് പെർമനൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അച്ചീവ്മെൻറ്റ്സും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോച്ചിനെ പെട്ടെന്ന് മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും നാൾ ചെയ്തത് ഒരു ലെവലിലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു കോച്ച് മാറുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ലല്ലോ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം പെർമനൻ്റ് ആയിട്ടൊരു കോച്ചിനെ തന്നെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ നാഷണൽസ് പോകുമ്പോഴൊക്കെ പല സമയത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടാണ്ടും അങ്ങനെ ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിനിൽ ലോക്കലൊക്കെ എടുത്താണ് പോവാറ്. അപ്പോൾ നമ്മൾ അവിടെ കളിക്കാൻ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ക്ഷീണിച്ച് ഒരുമാതിരിയാണ്. അപ്പോൾ യാത്രാ സൗകര്യം കുറച്ചും കൂടെ നല്ലതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് കുറച്ചും കൂടെ ഇൻക്രീസ് ആവും തോന്നുന്നു. കേരളത്തിൽ കുറച്ച് റിങ്ങൊക്കെ ഉള്ളു. ഇനി വരുന്ന സർക്കാർ അത് നമുക്ക് റിങ്ങുകൾ കൂട്ടി തന്നിരുന്നെങ്കിൽ നമുക്ക് അത്രയും മെച്ചപ്പെട്ടു വരും. നമ്മൾ എൻ്റെ ഇവൻ്റ് ഹോക്കിയാണ്. അപ്പോൾ കേരളത്തിൽ ഹോക്കിക്ക് ഫെസിലിറ്റീസ് കുറവാണ്. അപ്പം അത് സർക്കാർ കുറച്ച് ഫെസിലിറ്റീസ് കൂട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. ആർട്സിന് നല്ല ഗ്രേസ് മാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സിനും കൂട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞങ്ങളിങ്ങനെ നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ കേരള ടീം പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്നില്ല. മീൻസ് ഈ ട്രെയിനിൽ പോണ കാര്യം, ബുക്കിംഗ്, അതൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ബാക്കിയുള്ള ടീമുകൾക്ക് അവരുടേതായ ഫുട്ബോൾ കിട്ടും, നമുക്ക് മാത്രമാണ് അങ്ങനത്തെ ഒരു ഇതുള്ളൂ. പണ്ട് കുക്കിനെ കൊണ്ടുപോകാറുണ്ട് ഇവിടെ കളിക്കാൻ പോകുമ്പോൾ കേരളത്തിൽ നിന്ന്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം നാഷണൽ മെഡലിസ്റ്റ് ആണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു വാഗ്ദാനമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ജോലി വാഗ്ദാനം ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം മുമ്പത്തെ വർഷത്തിനാണെങ്കിലും 2018-15 വർഷങ്ങളാണെങ്കിലും അങ്ങനെ മെഡൽ താമസിച്ച് കൊടുത്തുകൊണ്ടിരുന്നതും. പിന്നെ അവർക്ക് സർക്കാരിൻ്റെ ഒരു ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല ഡിലേ ആയിരുന്നു. ഇപ്പോഴും കുറേ പേരുണ്ട് അങ്ങനെ ജോലിക്ക് കയറാൻ വേണ്ടിയും കുറേ താമസിച്ചും ഇരിക്കുന്നവർ. മെഡൽ വന്നിട്ട് പോലും, ഇൻ്റർനാഷണൽ മെഡൽ വന്നിട്ട് പോലും ജോലിക്ക് കയറാൻ പറ്റിയ കുറേ സാഹചര്യങ്ങളിൽ ഇപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ വേറെ അത്ലറ്റിക്സിലാണെങ്കിലും ട്രാക്ക് പിന്നെ ഇൻസൊക്കെ കുറേ വരാനുണ്ട്. പിന്നെ സ്പോർട്സ് കിറ്റ് ആണെങ്കിലും സ്റ്റുഡൻസിനൊക്കെ സ്പോർട്സ് കിറ്റ്, അങ്ങനെ ഷൂവ്, സ്പെക്സ്, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഫണ്ടും ഒന്നും റിലീസ് ആവുന്നില്ല. ഇപ്പം ഈ മെഡൽ കരസ്ഥമാക്കുന്ന കുട്ടികൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രോത്സാഹനം മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ലഭിക്കുന്നില്ലല്ലേ? മുൻ വർഷം സ്റ്റേറ്റ് മെഡൽ കിട്ടുന്നുണ്ടായി, 2-3 വർഷമായിട്ട് അത് കിട്ടുന്നില്ല. അത് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്പോർട്സിൻ്റെ എക്യുപ്മെൻറ്റ്സും സ്പൈക്സും ഷൂ ഒക്കെ മേടിക്കാൻ ഉപകാരമായേനെ. ഇത് അവർ ലിമിറ്റ് വെച്ചാണ് തരുന്നത്. പക്ഷെ നമ്മുടെ പെർഫോമൻസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഷൂവും സ്പൈക്സൊക്കെ മേടിക്കണമെങ്കിൽ അതിനെക്കാട്ടും വലിയ എമൗണ്ട് വേണ്ടി വരും. സർക്കാർ ഏതുമാകട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വേണ്ട പോഷകാഹാരം ലഭ്യമാക്കുക, സ്പോർട്സ് കോട്ട വഴി ജോലി ഉറപ്പുവരുത്തുക എന്നിവ തന്നെയാണ് കായിക താരങ്ങളുടെയും ആവശ്യം. വരും വർഷങ്ങളിൽ ഇത് ഉറപ്പാക്കും എന്ന് തന്നെയാണ് അവരുടെ പ്രത്യാശയും. ക്യാമറമാൻ ഷിബു ചെടിശ്ശേരിയോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.